സോ വാട്സ്ആപ്പ് പ്ലേസ് വെൽക്കം ബാക്ക് ടു ഗ്രാനി ചാപ്റ്റർ 1. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിലൊരു മോഡ് ചേർന്ന ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 1-ൽ. അത് എന്ത് എസ്കേപ്പാണെന്ന് നിങ്ങൾക്കറിയാമോ? എലിവേറ്റർ എസ്കേപ്പ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് എലിവേറ്റർ എസ്കേപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. ഈ വീഡിയോ ടാർഗറ്റ് എന്തായാലും പുതിയ അപ്ഡേറ്റ് അല്ലേ, അപ്പോൾ എന്തായാലും 300 ലൈക്സ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ടാർഗറ്റ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നേരെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇതെല്ലാം സെറ്റാണ് ഗൈസ്, എല്ലാം കുറേ പുതിയതൊക്കെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ഫുൾ എക്സൈറ്റഡാണ് ഗൈസ്. നമ്മൾ ഡോർ എസ്കേപ്പ് ചെയ്തു, കാർ എസ്കേപ്പ് ചെയ്തു, സിവർ എസ്കേപ്പ് ചെയ്തു. ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന എലിവേറ്റർ എസ്കേപ്പാണ്. അത് നമ്മൾ എന്തായാലും ചെയ്യും ഗൈസ്. ഹിയർ വി ഗോ. ഡേ 1, നമ്മുടെ ആദ്യത്തെ ദിനം ആരംഭിച്ചിരിക്കുകയാണ് ഗായ്സ്. എന്തായാലും നമുക്ക് വീടിനൊരു ചേഞ്ചും ഇല്ല ഗായ്സ്. എന്തോ ഒരു ചുവപ്പ് സാധനം ഗായ്സ്. നമുക്ക് തുടക്കം തന്നെ എന്തോ ഒരു സാധനം കിട്ടി. ബട്ടൺ എനിക്ക് തോന്നുന്നു എലിവേറ്റർ എസ്കേപ്പിൻ്റെ ആയിരിക്കും. എന്തായാലും നമുക്ക് തൽക്കാലം ഇതുകൊണ്ട് താഴെ കൊണ്ടിടാം. ഇപ്പം ഇട്ടാൽ ചിലപ്പോൾ സൗണ്ട് കേട്ട് വരാം. നമുക്ക് ഈ ബാത്റൂമൊക്കെ മൊത്തം സെർച്ച് ചെയ്തിട്ട് ബാക്കി കാര്യം സെറ്റാക്കും. ഇവിടെയൊന്നും ഒരു തേങ്ങയും വെച്ചിട്ടില്ല, അപ്പം കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇതെടുത്ത് ഗ്രാനി ഇതാ വരണ്. ഗ്രാനി നമ്മളെ കണ്ടില്ലെന്നാണ് തോന്നുന്നത്. താഴെ എന്തോ ഒരു സാധനം തിളങ്ങി ഗൈസ്. ഇത് കോകുവില് താഴെ ഗ്രീൻ കീ പുതിയതായിട്ട് വന്ന സാധനമാണല്ലേ. ഇവിടെ ഗ്രീൻ, ഇത് ഗ്രീൻ കീ വെച്ച് തുറന്നപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു സ്പെഷ്യൽ കീ കിട്ടി ഗൈസ്. പിന്നെ ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ടും അവിടെ ഉണ്ട്. നമുക്ക് ഇതങ്ങ് ഓപ്പൺ ചെയ്തിടാം ഗൈസ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാമല്ലോ. എന്തായാലും കുനിയാൻ പറ്റുന്നില്ല. ഗായ്സ്, ഇതിലിപ്പോൾ കുനിഞ്ഞ് ചാടാൻ പറ്റത്തില്ല ഗായ്സ്. അപ്പോൾ നമുക്ക് ഒളിക്കാനും പറ്റൂലെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ ഐ നീഡ് സംതിങ് ലോങ്. അവിടെ എന്തോ ഒരു ലിവർ വെളുത്ത ഇരിക്കുക. എനിക്ക് തോന്നുന്നു അത് മറ്റേ എലിവേറ്ററിൻ്റെ വല്ല ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും ഇവിടെ സൗണ്ട് ഉണ്ടാക്കി ഗ്രാനിയെ വിളിക്കാം ഗായ്സ്. അപ്പോൾ നമുക്ക് താഴോട്ടെടുത്ത് ചാടാം. ഗ്രീൻ കീ വെച്ച് താഴെ എന്തോ തുറക്കാണ്ട് തോന്നുന്നു. അവിടെ ഒരു പച്ച സാധനം നമ്മൾ കണ്ടു. അപ്പോൾ നോക്കട്ടെ. ഗ്രാനി വന്നു. ഇനി നമുക്ക് താഴോട്ട് ചാടാം. ഇനി നമുക്ക് ഇവിടെ തുറക്കാൻ പറ്റുമോ നോക്കട്ടെ. ഗ്രീൻ കീ വെച്ച് ഇവിടെ നിന്ന് എന്തോ കിട്ടുമോ നോക്കാം ഗായ്സ് നമുക്ക്. ഇവിടെ ഒരു ലിവർ ഇരിക്കും. ഇത് നമ്മൾ പച്ച കളർ കത്തി ഗായ്സ്. ഇത് എന്തിനുള്ളതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ എലിവേറ്ററിൻ്റെ ആയിരിക്കും. എന്തായാലും ഞാനെല്ലാം താത്തിട്ടുണ്ട്. ഇവിടെ എന്തോ ഐ നീഡ് ബ്ലൂ കീ. അവിടെ ബ്ലൂ കളർ. ഇവിടെ മറ്റേ ഇതില്ല, മറ്റേ ചെലന്തീരെ എടുത്ത് പോണ ആ ഡോർ ഇതിലില്ല ഗൈസ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഗ്രാനി വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ കിച്ചൺ മൊത്തം അടിച്ച് പറക്കാം. ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്താ നീല കളറ് TV റിമോട്ട് കൺട്രോള്. TV ഓണാക്കാൻ പറ്റുമോ ഇതിൽ? അത് കൊള്ളാം ഗൈസ്. എന്തായാലും ഗ്രാനിയെ കണ്ടില്ലേ. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് ഫ്രഞ്ച് ഉണ്ട്. നമുക്ക് വേണ്ട അത് കാർ എസ്കേപ്പിനാണ്. അവിടെ ഒരു സേഫ് കീ ഇരിക്കുമോ ഗൈസ്. എന്തായാലും ഗ്രാനിയെ നമുക്ക് വട്ടം കറക്കാം. ഓക്കെ. ഇപ്പം ഞാൻ ഇവിടെ പെട്ടുപോയനെ ഗൈസ്. എന്തായാലും TV റിമോട്ട് നമുക്ക് ഇവിടെ ആയിട്ട് വയ്ക്കാം ഗൈസ്. അവിടെ വീണ്. അതൊരു സീനില്ല. നമുക്ക് നേരെ മേലോട്ട് പോയി ബാക്കി കാര്യങ്ങൾ സെറ്റാക്കാം. എന്തായാലും നമുക്ക് ഇനി സെർച്ച് ചെയ്യാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ കോഗുവീലുണ്ടായിരുന്നല്ലേ. നമുക്ക് കോഗുവീൽ താഴെ ഇടാം. എന്നിട്ട് ബാക്കി കളി സെറ്റാക്കാം ഗൈസ്. ഗ്രാനിയെ ഗ്രാനിയെ പറ്റിക്കാമെന്ന് വിചാരിച്ചേ. ഗ്രാനിയാണെങ്കിൽ എന്നെ കണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പാർട്ട് ഓഫ് ഷോർട്ട് ഗൺ എൻ്റെ കയ്യിലുണ്ട്. ഇതും കൊണ്ട് നമുക്ക് താഴോട്ട് പോവാം ഗൈസ്. നമുക്ക് ഗ്രാനിയെ താഴെ മറ്റേ അതിനകത്തിട്ട് അടയ്ക്കാം. മറ്റേ കാറിൻ്റെ ഗ്യാരേജില്ലേ, അവിടെ നമുക്ക് അടയ്ക്കാം ഗൈസ്. എന്തായാലും നമുക്ക് ബാക്കി ഇപ്പോൾ ഗ്രാനി ഗെയിം കളിച്ച് ഇപ്പം ഞാൻ ഫുള്ള് ഈ ഗെയിം കാണാപ്പാടാണ്. പക്ഷെ ചാപ്റ്റർ 1 ഇപ്പോൾ കളിച്ചിട്ട് ഒരുപാട് നാളായി. ഇത് വേറെ കാര്യം. എന്നാലും എനിക്കിപ്പോൾ കുറേ കാര്യങ്ങൾ അറിയാം ഗൈസ്. എന്തായാലും ഷോർട്ട് ഗണ്ണിൻ്റെ അവിടെ ഒരു പീസ് വെച്ച്, പിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്ത സൗണ്ട് ആയിട്ട് എന്തായാലും ഗ്രാനി അകത്തോട്ട് കയറി പോകാതിരിക്കില്ല. അപ്പോൾ നമ്മൾ ഗ്രാനി ഇട്ട് പൂട്ടുന്നു. ഗ്രാനി 2 മിനിറ്റത്തേക്ക് ഉറക്കുന്നു. അതൊക്കെ അത്രയേ ഉള്ളൂ. ഗ്രാനി വന്ന്. ഗ്രാനി അതിനകത്തോട്ട് ആരോ എന്തോ കൊണ്ടിട്ടായിരുന്നു കേട്ടോ. ഒന്ന് കയറിപ്പോയെ. അത് ഞാനായിരുന്നു ഗ്രാനി. നമ്മൾ മറ്റേ പുക ചെയ്തിട്ടില്ല, ഓണാക്കിയില്ല. ഇപ്പം ഗ്രാനി തല്ലി പൊള്ളിച്ച് വന്നേനെ. എന്തായാലും ബുക്ക് കൊണ്ടുവച്ചാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന്. അവിടെ എന്ത് നീല സാധനം തിളങ്ങി ഗൈസ്. എന്നിട്ട് ഇതിൻ്റെ മേലെയായിട്ട് ഇവിടെ എന്തോ ഇതാ കീസ് മാഗ്നൈസ് ടു സെല്ലിങ്. ഐ തിങ്ക് ഐ നീഡ് എ റിമോട്ട് കൺട്രോൾ. റിമോട്ട് കൺട്രോൾ വെച്ച് ഇത് നമുക്ക് തള്ളിയിടണം. കീ
ഓ നമുക്ക് നേരത്തെ കിട്ടി ടി വി റിമോട്ട് കൺട്രോൾ, അത് വെച്ച് പറ്റത്തില്ലായിരിക്കും. നമ്മുടെ മറ്റേ നമ്മളെന്തോ നോർമൽ റിമോട്ട് കൺട്രോൾ ഇല്ലേ, അത് വെച്ച് ചിലപ്പോൾ പറ്റുമായിരിക്കും. ഓ ഇതിനകത്ത് ആളില്ലല്ലേ? അയ്യോ, ഇവർക്ക് ജീവൻ വരുമോ? എനിക്കറിയത്തില്ല ഗൈസ്. ഇല്ല, ഒന്നുമില്ല. അവിടെ എല്ലാം പഴയതുപോലെ തന്നെയാണ്, എല്ലാം സെറ്റായി. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു കീ വേണം. വെപ്പൺ കീ കിട്ടിയാൽ അത്രയും നല്ലതാണ് ഗൈസ്. എന്തായാലും കോഗ് എടുത്ത് ഞാൻ വെളിയിൽ വയ്ക്കാം. വെളിയിൽ നിന്ന് ഉദ്ദേശിച്ച് ഈ കൂട്ടിൻ്റെ മേലെ പ്ലേ ഹൗസിൻ്റെ ഇവിടെ ആയിട്ട് ഇടാം. ഏതാണ് പുതിയതായിട്ട് അതിനിടെ ക്യാരമൽ കീ, എന്തോ ക്യാരമൽ കീ എന്നൊക്കെ പറയുക. ഇതിൻ്റെ മേലെയാന്ന് തോന്നുന്നു എലവേറ്റർ. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്ലാങ്ക് എന്തെങ്കിലും വേണമായിരിക്കും ഗൈസ്, നമുക്ക് കയറി പോവാൻ. അപ്പോൾ പ്ലാങ്ക് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമുക്കൊരു ഹാമർ ആദ്യം തന്നെ വേണം. അതായത് നമുക്ക് ബേഡ് സീഡ് കിട്ടി. അവിടെ നമ്മുടെ കാക്കയുടെ അടുത്ത് എന്തോ ഉള്ളതെന്ന് എനിക്കറിയാം. ബോക്സ് ഓഫ് സീഡ്സ്, അതിലും ഇതിൻ്റെ പടം ഗൈസ് വെച്ചിരിക്കണേ. അപ്പോൾ അവിടെ ഇരിക്കുന്ന കാക്ക മാറി വേറെ എന്തെങ്കിലും ആയോ? എന്നാൽ അതൊന്നും അറിയണമല്ലോ. എന്നാൽ കാക്കയ്ക്ക് പോലും വേറെ എന്താ ഗരുഡനോ പരുന്തോ ആയി കാണുമോ? ആർക്കറിയാം. വഴിയും തെറ്റിപ്പോയി. എന്തായാലും നോക്കട്ടെ. അവിടെ എന്തോ ഇല്ല കൈസ്, തോന്നിയതാ. അപ്പം ഇവിടെ എന്തോ കൈപ്പത്തി. അതിനിടെ ചോക്ലേറ്റ് കീ ഓർ ഐ ക്യാൻ ബ്രേക്ക് ദ ഡോർ വിത്ത് എ ഹാമർ. കോഗ് വീൽ അവിടെ കിട്ടി. പിന്നെ അവിടെ എന്തോ ചോക്ലേറ്റ് കീ വേണമെന്ന്. സീഡ് ഇടണ്ട ഗൈസ്. എന്താ കാര്യമെന്നറിയോ? അതിനകത്ത് സ്പാർക്ക് പ്ലഗാ, കാർ എസ്കേപ്പിൻ്റെ സാധനം, നമുക്ക് യൂസ് ഇല്ല. പിന്നെ ഇതിനകത്ത് എന്തോ ഉള്ളത്? ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്, ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നേരെ മേലോട്ട് പോവാം. എന്തായാലും ഗ്രാനി അടിക്കാൻ സമയമായി. എനിക്ക് തോന്നുന്നു ആ ബേഡ് സീഡിട്ട സൗണ്ട് കേട്ടെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് വരും. എന്തായാലും ഞാൻ കോഗ് വീൽ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് താഴെ കൊണ്ട് അവിടെ തന്നെ കൊണ്ടിടാം ഗൈസ്. ഇവിടെ നിന്ന് നമുക്ക് ഡ്രോപ്പ് ചെയ്ത് സൗണ്ട് ഉണ്ടാക്കി ഇങ്ങോട്ട് വിളിക്കാം. അപ്പോൾ ഗ്രാനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. അതൊക്കെ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് ഗ്രാനി ഇവിടെ ഇല്ല ഗൈസ്, ഇവിടെയൊന്നും കണ്ടില്ല. അപ്പം നമുക്ക് ഈ കോഗ് വീൽ കൊണ്ട് നമുക്ക് വെളിയിലിടാം. നമുക്ക് പ്ലേ ഹൗസ് കീ ഉണ്ടെങ്കിൽ എല്ലാം സെറ്റാണ് ഗൈസ്. 2 കോഗ് വീലും കിട്ടി. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും യൂസുള്ള കിട്ടിയാൽ നല്ലതായിരുന്നു ഗൈസ്. സാധാരണ നമുക്ക് എപ്പോഴും പാഡ്ലോക്ക് കീയും അങ്ങനത്തെ കീകളൊക്കെയാണ് കൂടുതലും കിട്ടണത്. ഈ പ്രാവശ്യം എന്ത് കിട്ടുമെന്ന് അറിയത്തില്ല. എന്തായാലും എലിവേറ്റർ എസ്കേപ്പിൻ്റെ ആയിരിക്കും ഒരു ബട്ടൺ. അത് മാത്രമേ നമുക്ക് വെറൈറ്റി ആയിട്ട് കിട്ടിയത്, വേറെ ഒന്നും വെറൈറ്റി ആയിട്ട് കിട്ടിയില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു അത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ മേലോട്ട് കയറാൻ നമുക്കൊരു ഇവിടെയും വേണം ഗൈസ് ബ്ലൂ കീ. ഇതിനകത്തൊന്നുമില്ല, അവിടെ ഒരു ബ്ലൂ കീ വേണം വേറെ. പിന്നെ ഇവിടെ ഇതിനകത്ത് ഇങ്ങോട്ട് മാറി നിൽക്കണം. എന്തായാലും ഇപ്പോൾ ഈ സൗണ്ട് ആയിട്ട് ഗ്രാനി ഇങ്ങോട്ട് വരും. ഇവിടെ ഒന്നുമില്ല. ഈ പാവ കണ്ടപ്പോഴല്ലേ ഞാൻ ആലോചിച്ചത്, നമുക്കിന്നൊരു വെറൈറ്റിക്ക് നമുക്ക് ഈ പാവയും കൊണ്ട് എസ്കേപ്പ് ആയല്ലോ ഗൈസ്. ഓക്കെ, നമുക്കിന്ന് വെറൈറ്റിക്ക് പാവയും കൊണ്ട് എസ്കേപ്പ് ആവാം ഗൈസ്, നമ്മുടെ സിലിണ്ടറിന് നേരെ ടെടിയും കൊണ്ട്. അപ്പം നമുക്ക് എന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ സേഫ് കീ വേണമല്ലോ. പിന്നെ അതിന് മുമ്പ് നമുക്ക് ഇതെന്തുവാന്ന് നോക്കണം. ഇതൊന്ന് ഐ ക്യാൻ ഡ്രോപ്പ് ദിസ് ഫ്രം എ ഹൈറ്റ്. നിങ്ങൾ കേൾക്കണില്ലേ? ഇത് എടുത്തപ്പോൾ തൊട്ടേ കാക്ക വിളിക്കണ സൗണ്ട് നിങ്ങൾ കേട്ടില്ലേ ഗൈസ്? എന്തായാലും ഇത് തള്ളിയിടാനുള്ള സ്ഥലം എനിക്കറിയാം. ഈ വീട്ടിൻ്റെ ഏറ്റവും മേലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ട് ഗൈസ്. എന്തോ വീണവിടെ. പക്ഷെ ഇത് എടുത്തപ്പോൾ തൊട്ടേ എനിക്ക് കാക്കയുടെ വിളി കേൾക്കുമോ ഗൈസ്? ഈ സാധനം മാറില്ല, എനിക്ക് അടിയിൽ കയറാൻ പറ്റിയില്ല ഗൈസ്. അല്ലെങ്കിൽ ഇവിടെ ഒളിച്ചിരിക്കാം. ഗ്രാനി വരുമ്പോൾ സ്വന്തമായിട്ട് നേരെ ആവുമെന്നാണ് തോന്നുന്നത്. എനിക്ക് സ്വന്തമായിട്ട് സൗണ്ട് കേൾക്കുമോ ഗൈസ്? എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല. കോഴിയുടെയും കാക്കയുടെയും സൗണ്ട്. എന്തായാലും ഇത് വീണ്ടും തള്ളിയിട്ട് അപ്പോഴത്തേക്ക് ഗ്രാനി വന്ന് ഗൈസ്. അപ്പോൾ ഗ്രാനി അവിടെ നിൽക്കുമായിരുന്നു ഒളിച്ച്, കൊച്ച് കള്ളി. എന്തായാലും എന്തോ കീയാണ് കിട്ടിയെന്ന് നോക്കാം. ചോക്ലേറ്റ് കീ. നമുക്ക് അവിടെ വേണ്ടേ? അവിടെ കൊണ്ട് വയ്ക്കാം ഗൈസ്. നമുക്ക് ഈ ഗെയിം ഭയങ്കര ഗ്ലിച്ചാണ് ഗൈസ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും ഞാൻ അവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പയ്യെ അവിടെ കൊണ്ട് ഓപ്പൺ ചെയ്യാം ഗൈസ്. ഇവിടെ കാരമൽ കീ, ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം ഗൈസ്. നമുക്ക് അവിടെ ഒരു പെട്ടി തുറക്കാനില്ലായിരുന്നോ? അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും യൂസുള്ള സാധനം കിട്ടുമായിരിക്കും ഗൈസ്. എന്തായാലും നോക്കാം. നമുക്ക് യൂസുള്ള കിട്ടിയാൽ നല്ലതായിരുന്നു, യൂസ് ഇല്ലാത്ത കിട്ടിയിട്ട് കാര്യമില്ല ഗൈസ്. എന്തായാലും നോക്കാം. പ്ലാങ്ക്. ഇനി നമുക്ക് കയറി പോകാൻ പറ്റുമായിരിക്കും ഗൈസ് ഇതിൻ്റെ മേലെ. ഓക്കെ, സെറ്റ്. ഞാൻ താഴെ പോയി.
അപ്പോൾ നിന്ന് കയറാൻ പറ്റൂലെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ക്രൗച്ച് ചെയ്ത് കയറണമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഹെൽപ്പ് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓ, ഇതാന്ന് തോന്നുന്നു എലിവേറ്റർ. കയറാനും പറ്റിയില്ല. ഇതെന്തോ ഇവിടെ മേലെ ഇതെന്തോ ഇറ്റ്സ് യെല്ലോ, ഇറ്റ്സ് ബ്ലാക്ക്, ഐ നീഡ് എ പിക്ചർ, ദിസ് ഡോർ ഈസ് ഇമ്പോസിബിൾ ടു ഓപ്പൺ. ഇവിടെ എന്തോ ഷോർട്ട് ഗണ്ണിൻ്റെ ആ പാർട്ട് ഇവിടെ ഇതെന്തോ എഴുതി. ലൈറ്റ് ബ്ലൂ ഫ്രീസ് യുവേഴ്സ് ബ്ലാക്ക്, ബ്രേക്ക് ദ ക്യാമറ, വൈറ്റ് പുട്ട് ബുക്ക് ഓൺ എ പെഡസ്റ്റൽ, പിങ്ക് അൺലോക്ക് ദ ഗാരേജ്, യെല്ലോ യൂസ് പെപ്പർ സ്പ്രേ, ഫൈറ്റ് ഓറഞ്ച് പുട്ട് എ കോഗ്വില്ല് ഇൻ ദ പ്ലേ ഹൗസ്. ഇതെന്തിനാണെന്ന് എനിക്ക് ഒരു പിടിയുമില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു അതിൽ എഴുതിയിരിക്കുമ്പോൾ നമ്മളെല്ലാം ചെയ്യണമെന്നാണോ? നോ ഐഡിയ ഗൈസ്. എനിക്കറിയത്തില്ല ഇതെന്തോ ചെയ്യണ്ടേന്ന്. എനിക്ക് തോന്നുന്നു അതിൽ എഴുതിയിരിക്കും പോലെ എല്ലാം ചെയ്താൽ എനിക്ക് തോന്നുന്നു ആ ഇമ്പോസിബിൾ ഡോർ ഓപ്പൺ ആവും തോന്നുന്നു. എന്തായാലും ഗ്രാനിക്ക് ഒരു പണിയും കൂടി കൊടുക്കാൻ ഗൈസ്. ഇതിനകത്തോട്ട് കയറ്റാം. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഗണ്ണും റെഡി ആവുമല്ലോ. ഗണ്ണ് റെഡി ആകുമ്പോഴേയും ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. പിന്നെ ആ വെപ്പൺ കീ കിട്ടിയില്ല നമുക്ക്. ഇത് രണ്ടും റെഡി ആകും വരെ നമുക്ക് ഇങ്ങനെ ഗ്രാനിയെ ഉറക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഗ്രാനി പെട്ടെന്ന് വാ. വേർ ആർ യു? ഹൈഡ് ആൻഡ് സിക്ക് കളിക്കുവാണോ ഗ്രാനി? ഗ്രാനി ഇങ്ങോട്ട് വന്നേ, പെട്ടെന്ന് വാ. അവിടെ ആരോ പാലും പപ്സും വെച്ചിരിക്കണ്, എടുത്ത് കഴിക്കാൻ പോ. അകത്തോട്ട് കയറിപ്പോ. മുട്ട പപ്സാണ് ഗ്രാനി. പറഞ്ഞില്ല, അതിനു മുമ്പേ സ്പീഡിൽ വരുക. മുട്ട പപ്സ് പോയി കഴിക്ക്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതായിരുന്നു ഗ്രാനി മുട്ട പപ്സ്. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ, മുട്ട പപ്സ്. അപ്പോൾ ഇനി നമുക്ക് സേഫ് കീ പോയി എടുക്കാം ഗൈസ്. നോക്കട്ടെ, ഇവിടെ പാർട്ട് ഓഫ് ഷോട്ട് ഗൺ റെഡിയായി മച്ചന്മാരെ. ഇനി ഗ്രാനിയെ നമുക്ക് ഒരിക്കലും പേടിക്കണ്ട. ഗ്രാനിയെ നമുക്കിട്ട് പൂശാം ഗൈസ്. അങ്ങനെ ഷോട്ട് ഗൺ റെഡിയായി. ബുള്ളറ്റ് ലോഡ് ചെയ്യാം. ഓക്കെ, സെറ്റ്. നമ്മൾ കാറിൻ്റെ ഇവിടെ ഓപ്പൺ ചെയ്തില്ലായിരുന്നു. ഇതാ ഇരിക്കണ റിമോട്ട് കൺട്രോള്. എവിടെയൊക്കെ നോക്കിയെന്നറിയാമോ. എന്തായാലും ബ്ലൂ കീ നമ്മൾ തറയിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ പോയി ഓപ്പൺ ചെയ്യാം ഗൈസ് പെട്ടെന്ന്. എന്തായാലും ഗ്രാനി ഇപ്പോൾ ഉടനെ അഴിക്കാൻ ചാൻസ് കുറവാണ്. അപ്പം നമുക്ക് ഈ ഗ്യാപ്പിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യും. ഇവിടെ നിന്ന് കാർ കീ കിട്ടി ഗൈസ്. നമുക്ക് കാറിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്യാം. നമുക്ക് കാറിനകത്തുനിന്ന് എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാർ ഓപ്പൺ ചെയ്യാം. ഗ്രാനി അവിടെയായിരുന്നു സ്പോൺ ആയത്. ഗായ്സ്, ഞാൻ അതൊട്ടും ശ്രദ്ധിച്ചില്ല. ഡേ 2. കുഴപ്പമില്ല ഗൈസ്. ഇനിയും ഡേയ്സ് ഉണ്ടല്ലോ. നമുക്ക് ഗ്രാനി പൂശ. നമ്മളെ ഗണ്ണ് താഴെ കാറിൻ്റെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് പയ്യെ കാറിൻ്റെ അടുത്ത് പോയി ഗ്രാനി ഇട്ട് പൂശാം ഗൈസ്. ഐ ഹാവ് ടു ലീവ് ദിസ് ഹൗസ്. എനിക്കും അത് തന്നെയാണ് വേണ്ടത്. എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകണം. പക്ഷേ ഒരു വെറൈറ്റിക്ക് എലിവേറ്റർ എസ്കേപ്പാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് മാത്രം. ഗ്രാനി താഴെ തന്നെയാണ് നിൽക്കണേ. നമ്മൾ താഴെ നേരെ ചെന്നിരുന്നെങ്കിൽ നമ്മളെ വീണ്ടും അടിച്ചിട്ടാണ്. ഞാൻ മറന്നുപോയി, ഇതിൻ്റെ അടിയിലൂടെ പോകാൻ പറ്റത്തില്ലല്ലോ ഗൈസ്. പിന്നെ ഗൈസ്, ഞാൻ അത് പറഞ്ഞപ്പോഴാണ് എന്നിട്ട് ഞാൻ കാർ കീയും കൊണ്ടുപോകാൻ നേരത്ത് അവിടെ എന്തോ നമ്പർ അടിക്കാനുള്ള എന്തോ ഒരു കോഡ് ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ ശ്രദ്ധിച്ചത്. ഞാൻ ഗ്രാനിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചേ. പിന്നെ അതിന് മുമ്പ് ഞാൻ അവിടെ ഓർത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഇനി താഴോട്ട് പോകുമ്പോൾ അവിടെ പോയി നോക്കാം ഗൈസ് എന്തുവാണെന്ന്. ഈ ഗ്രാനി അമ്മച്ചി വരാതെ 100 ആയുസ് ഗൈസ്. അവർക്ക് പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് അവർ വന്ന്. എന്തായാലും അവർക്കിട്ടൊന്ന് പൊട്ടിച്ചിട്ടേ ഞാൻ അവിടെ പോയി നോക്കണമല്ലോ. എൻ്റെ ഗണ്ണെടുക്കിട്ട് പോയി. എന്നിട്ട് അവർക്ക് വയറ് നിറച്ചും നമ്മുടെ കുഴിമന്തി കൊടുക്കണമുണ്ട്. എന്നിട്ട് കുറച്ച് പാലും പപ്സും കൂടി. ഇവിടെ ആദ്യം കാർക്കി വെച്ച് നമുക്ക് ഇവിടെ എന്തുവാ നോക്കിയിട്ട് അവർക്കിട്ട് പൊട്ടിക്കാൻ ഗൈസ്. ഈ നിറച്ച് ഗ്ലിച്ചാ ഗൈസ്. ഗ്ലിച്ചടിച്ചൊന്നും പോവാതിരുന്നാൽ മതിയായിരുന്നു. നമ്മളെ ഗണ്ണ് ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇവിടെ കാർ തൂക്കിയിട്ടിരിക്കുമായിരുന്നു ഗൈസ്. തള്ളേ വാ ഇങ്ങോട്ട്. കുഴിമന്തി ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുക. വന്നേ ഇങ്ങോട്ട് വാ തള്ളേ. എന്നാ പിടിച്ചോ. ഒരു കുറേ നേരമായി ഷൈൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്നതാണ് അവരെ വിചാരം. ശരിയാക്കി കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കി. അവരാരാന്ന് അവരെ വിചാരം. അങ്ങോട്ട് മാറി നിൽക്കിയതല്ലേ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ. എന്തായാലും നമുക്ക് ഹാമർ കിട്ടിയിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. അപ്പം ഇനി നമുക്ക് സേഫ് തുറക്കണം. നമ്മൾ നേരത്തെ സേഫ് തുറക്കാൻ മറന്നുപോയി. നമ്മൾ കീ സേഫ് തുറക്കുമ്പോൾ എന്തെങ്കിലും യൂസുള്ള കിട്ടുമോ എന്തോ. എന്തായാലും നോക്കാം ഗൈസ് എന്തുവാന്ന്. വിഞ്ച് ഹാൻഡിൽ യൂസ് ഉള്ളതാണ്. തൽക്കാലം നമുക്ക് ഇതിവിടെ ഡ്രോപ്പ് ചെയ്തിടാം ഗൈസ്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അതിന് മുമ്പ് നമുക്ക് മറ്റേ റിമോട്ട് കൺട്രോൾ എടുക്കണം. ആ കൺട്രോൾ വെച്ചിട്ട് ആ ഒരു റൂമും കൂടി നമുക്ക് ഓപ്പൺ ചെയ്യാനില്ലേ, അതും കൂടി ഓപ്പൺ ചെയ്യാം. അവിടെ നിന്ന് മിക്കവാറും കൂടുതലും പെപ്പർ സ്പ്രേയാണ്
കിട്ടണേ. പക്ഷെ ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പെപ്പർ സ്പ്രേ 5 തവണ യൂസ് ചെയ്യണമെന്ന്. ഇപ്പം ആ ഡോറ് തുറക്കുമ്പോഴായിരിക്കും എലവേറ്റർ എന്ന് എനിക്ക് അറിയത്തില്ല. ഓ, മെറ്റൽ സ്റ്റിക്ക് പെപ്പർ സ്പ്രേ മാത്രമല്ല, എനിക്കൊന്ന് ഇത് വെച്ച് ചിലപ്പോൾ മറ്റേ ലിവർ വലിക്കാൻ പറ്റുമായിരിക്കും. എന്തോ ലോങ് ആയിട്ടുള്ള എന്തോ സാധനം വേണമെന്നല്ലേ പറഞ്ഞത്. ഇനി മിക്കവാറും ഇത് വെച്ച് പറ്റുമായിരിക്കും ഗൈസ്. നോക്കട്ടെ. പറ്റി. ഇപ്പം നമ്മൾ ടോട്ടൽ 2 നമ്മളിങ്ങനെ ലിവർ വലിച്ചിട്ടുണ്ട്. ഇനി ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ആ റൂം എനിക്ക് ഓപ്പൺ ആവണില്ല. അതാ ഒരു ഇത്. നമുക്ക് മറ്റേ ഒരു പിക്ചറും വയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ എല്ലായിടത്തും നോക്കാം, പിക്ചറും കണ്ടില്ല. ഇതിവിടെ തൂക്കിയിട്ടിരിക്കണേ ഉള്ളൂ. എനിക്ക് തോന്നുന്ന ശരിയാണെങ്കിൽ പിക്ചർ താഴെ വല്ലതും കാണും. അതിന് മുമ്പ് നമുക്ക് ഗ്രാനിക്ക് ഒന്നും കൂടി കൊടുക്കാം ഗൈസ്. ആ വന്നല്ലോ. അമ്മച്ചി ഇങ്ങോട്ട് വന്ന കുഴിമണി എന്നാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അതൊക്കെ സെറ്റാണ്. ഇവിടെ ടി വി റിമോട്ടർ അവിടെ കിടക്കുക ഗൈസ്. നമുക്ക് ടി വി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതിന് നമുക്ക് ഈ ബട്ടൺ ഉണ്ടല്ലോ, എടുത്തുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് താഴെ തന്നെ കൊണ്ടിടാം. അല്ല നമുക്ക് താഴെയായിട്ട് വയ്ക്കാം ഗൈസ്. ലിഫ്റ്റ് അവിടെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാം അടുത്തടുത്ത് ഇട്ടിടാം. ഇതിവിടെ കിടന്നോട്ടെ. വിഞ്ച് ഹാൻഡിലെടുത്ത് നമുക്കിവിടെ കറക്കാം. അവിടെ നിന്ന് ചിലപ്പോൾ കൂടുതലും യൂസായിട്ടുള്ള സാധനം കിട്ടും. അതിന് മുമ്പ് നമുക്ക് താഴെ പോയുണ്ടല്ലോ, താഴെ ഹാമർ എടുക്കണം. ഹാമർ എടുത്ത് നമുക്കെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് ബാക്കി ആരെങ്കിലും സെറ്റാക്കാം ഗൈസ്. ഇല്ലെങ്കിൽ ഇപ്പം മൊത്തത്തിൽ കളി മാറും. മൊത്തത്തിൽ എന്തായാലും ഒരു പ്ലാങ്ക് എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഹാമർ വെച്ച് ഈ ക്യാമറയും ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ. നമുക്ക് അതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് വയ്ക്കാം. ഇവിടെ വേറെ ഒന്നുമില്ല, ഒരു മീറ്റേ ഉള്ളൂ. നമുക്ക് മറ്റേ ചെലന്തീരെ അടുത്ത് പോകാനായി. സ്പെഷ്യൽ കീയും കിട്ടി, മീറ്റും കിട്ടി ഗൈസ്. ഓക്കെ, സെറ്റ്. ഇനി ഇവിടെ എന്തോ നമ്മൾ അതിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ ചെയ്തു. ഇവിടെ എന്തോ പുതിയ സാധനമാണെന്ന് തോന്നുന്നു ഗൈസ് ഇരിക്കണം. എന്തോ ഒരു മഞ്ഞ സാധനം, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് സെറ്റാക്കാം. എന്താ നമുക്കൊരു കട്ടിങ് പ്ലെയർ വേണമല്ലോ. നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ അടിച്ചിടണം. കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്ത് തീർക്കാറുണ്ട് ഗായ്സ്. അതൊക്കെ സെറ്റാക്കാനും നമുക്ക് ടി വി എന്തുവാ നോക്കാം. ഇവിടെ ഇതിനകത്ത് എന്തുവായിരിക്കും? ട്രാവലിംഗ് സമ്മർ ഈസ് കമ്മിങ്. സമ്മർ ഒക്കെ വരാനായെന്ന് പറയുക. ഇനി ഇത് വേറെ ഇസ് എ ഗ്രീൻ ടീ. ഗ്രീൻ കീ ഗ്രാനിയുടെ പോക്കറ്റിലായിരുന്നു, അത് തറയിൽ പോയിന്ന്. അത് നമുക്ക് ഗ്രീൻ കീ കിട്ടിയല്ലോ. ഇവിടെ ചാനൽ 3 ഗ്രാൻഡ് പ ഉണ്ടല്ലോ, ഹെലികോപ്റ്റർ മോഷ്ടിച്ചെന്ന് മിലിറ്ററി. ചാനൽ 4 പിൻ കോഡ് ഉണ്ടായിരുന്നു ഗൈസ്, 2134. അതാണ് നമുക്ക് അവിടെ അടിച്ചു കൊടുക്കേണ്ട കോഡ്. ഓക്കെ, സെറ്റ്. നമുക്ക് കോഡ് കിട്ടി. നമുക്ക് ഗണ്ണെടുത്താലോ ഗൈസ്? ഗണ്ണും കൊണ്ട് പോവാം എന്തായാലും ഒരു സേഫ്റ്റിക്ക്. നമുക്ക് ആദ്യം ഇവിടെ ചാടാം ഗൈസ്. നമുക്ക് മറ്റേ വിഞ്ച് ഹാൻഡിലെടുത്ത് എന്തോ പരിപാടി ഉണ്ടായിരുന്നല്ലോ. എന്തായാലും നമുക്ക് വിഞ്ച് ഹാൻഡിൽ എടുത്തിട്ട് നമുക്ക് ആ കോഡിൻ്റെ അടുത്തോട്ട് പോവാം ഗൈസ്. എന്തായാലും ഇതിവിടെ കിടക്കട്ടെ. നമുക്ക് വിഞ്ച് ഹാൻഡിൽ എടുക്കണം. വിഞ്ച് ഹാൻഡിൽ ഇങ്ങോട്ട് വന്നാട്ടെ. ഇനി നമുക്ക് അങ്ങോട്ട് കൊണ്ടുവച്ചാട്ടെ. എന്തായാലും നമുക്കിനി ഇത് കൊണ്ട് വയ്ക്കുമ്പോൾ നമുക്ക് മറ്റേ ചെയിൻ കട്ടർ കിട്ടിയാൽ നല്ലതായിരുന്നു ഗൈസ്. അത് വയർ കട്ട് ചെയ്യായിരുന്നു. എന്തോ ഹൈഡ്, ഇവിടെ ഹൈഡ് എന്നെന്തോ എഴുതിയിരുന്നു ഗൈസ്. ഞാൻ ഗണ്ണും പിടിച്ചോണ്ട് നിൽക്കാം. എന്നിട്ട് ഹൈഡ് നോക്കി നോക്കട്ടെ ഗൈസ്. ഹൈഡ്. ഇവിടെ ഒളിക്കാൻ പറ്റും. ഇവിടെ ആയിട്ട്. അത് സെറ്റ്. എന്തായാലും ഇപ്പോൾ നമ്മളിത് കറക്കിക്കൊണ്ടിരിക്കുക. ഗ്രാനി വന്നാലും സീനില്ല, നമ്മളെ കയ്യിൽ തന്നെ ഗണ്ണുണ്ട്. ഒറ്റ വെടിക്ക് ഗ്രാനിയുടെ വെടി തീർക്കാം ഗൈസ്. ഇതിനകത്ത് എന്തോ ഉള്ളത്? ഇത് തണ്ണിമത്തൻ, നമ്മളെ വാട്ടർ മെലൺ കിട്ടി ഗൈസ്. ഇതിനകത്ത് നിന്ന് എന്തായാലും യൂസുള്ള കിട്ടാതിരിക്കില്ല. എന്തായാലും നോക്കാം എന്തോ ഉള്ളതെന്നേ നോക്കട്ടെ. പാഡ്ലോക്ക് യൂസ് ഇല്ല. ഗണ്ണ്. ഇങ്ങോട്ട് വന്ന ഗ്രാനി ഹെഡ് ഷോട്ട്. യെസ്, ഹെഡ് ഷോട്ട് അടിച്ച് ഗൈസ്. ഗ്രാനിയുടെ തലമണ്ട പൊട്ടി ചെതറി. ഇനി നമുക്ക് മറ്റേ കോഡ് അടിച്ചു കൊടുക്കാമെന്നാണ് തോന്നുന്നത് ഗൈസ്. നമുക്ക് ബുള്ളറ്റൊക്കെ നിറച്ച് വയ്ക്കണം, എന്നാൽ മാത്രമേ കളി നടക്കൂ. നമുക്ക് ഇനി കോഡൊക്കെ സ്ക്രൂ ഡ്രൈവർ. ഞാൻ അതിൻ്റെ കാര്യം മറന്നുപോയി ഗൈസ്. ഞാൻ ഇങ്ങനെ കയറി പോയപ്പോൾ ഓർത്ത് തിരിഞ്ഞ്. എന്തായാലും അത് കൊള്ളാം. ഇതൊന്ന് ഓപ്പൺ ചെയ്യണമല്ലോ ഗൈസ്. എന്നിട്ട് നമുക്ക് കോഡ് അടിച്ചു കൊടുക്കുക. അവിടെ എന്ത് തിളങ്ങാണ്? ചോക്ലേറ്റ് കീ. അത് നമ്മൾ ഓപ്പൺ ചെയ്യാനുണ്ട്. ശരിയാ. പ്ലേ ഹൗസ് കീ കിട്ടി. മൊത്തത്തിൽ കീര മേളമാണല്ലോ ഗൈസ് ഇന്ന്. അപ്പോൾ ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്യേണ്ട ഗൈസ്. നമുക്ക് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ സെറ്റാക്കാം. ഓൾറെഡി നമുക്ക് കോഗുവിൽ മൊത്തം കിട്ടിയല്ലോ.
അപ്പോൾ വലിയ സീനില്ല. അപ്പോൾ നമുക്ക് നേരെ പോവാം. നമുക്ക് മറ്റേ സ്പെഷ്യൽ കീ അവിടെ സെറ്റാക്കാം ഗൈസ്. നമുക്ക് ആ ചെലന്തിക്കുട്ടൻ്റെ അടുത്തോട്ട് പോയി അവിടെ നിന്ന് എന്തോ കിട്ടണേ നോക്കാം. നമുക്ക് ഇത് ലോഡ് ചെയ്യണം, നമ്മളെ ഗണ്ണിൽ ഉണ്ടയില്ല. നമുക്ക് സ്പെഷ്യൽ കീ എടുത്ത് സ്റ്റെപ്പിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്യുക, എന്നിട്ട് ഈ ഗണ്ണും കൂടി നമുക്ക് കൂടെ കൊണ്ടുപോകാം ഗൈസ്. ആ സ്പെഷ്യൽ കീ വെച്ച് ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്ത് മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഗണ്ണ് നമ്മൾ കയ്യിൽ തന്നെ വേണം ഗൈസ്. ഏത് നിമിഷവും നമ്മളെ ഗ്രാനി അമ്മച്ചി വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ അവിടെയാണ് ഡ്രോപ്പ് ചെയ്തത്, വന്ന് കിടക്കണ താഴെ. ഈ ഗെയിം ഭയങ്കര ഗ്ലിച്ചാണ് ഗൈസ്. നമുക്ക് നേരെ പോകാൻ പറ്റത്തില്ല, നമ്മൾ ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞേ പോകാൻ പറ്റൂ. ഇറക്കം കുഴപ്പമില്ല, തിരിച്ച് കയറാൻ ഭയങ്കര പാടാണ്. ഇങ്ങനെ ചരിഞ്ഞൊക്കെ പോകാൻ പറ്റൂ. അതേ ഉള്ളൊരു വിഷയം, വേറെ ഒക്കെ സെറ്റ്. എന്തായാലും ഈ ഗെയിം നിർമ്മിച്ച ആളെ സമ്മതിക്കണം, പൊളി. അവിടെ ലിഫ്റ്റൊക്കെ മേലെ കൊണ്ടുപോയി സമ്മതിക്കണം. അതിനെൻ്റെ വക വലിയ കൈയടി, നല്ലതായിരുന്നു. എന്തായാലും നമുക്ക് ഈ മീറ്റ് ഇവിടെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ നമ്മൾ ചെലന്തിക്കുട്ട ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. കട്ടിംഗ് പ്ലെയർ കിട്ടി ഗൈസ്. ഇനി നമുക്ക് അവിടെ എന്തോ ഉള്ളതെന്ന് നോക്കാം. ഇവിടെ ബുള്ളറ്റും ശരിക്കും ഉണ്ട് ഗൈസ്, 3 ഉണ്ട്. ഗണ്ണ് ലോഡ് ചെയ്ത് വെച്ചേക്കാം. ഗ്രാനി വന്നാലും ഇപ്പം പേടിയില്ല, ജസ്റ്റ് ഒരു ധൈര്യം, അതിനു വേണ്ടി മാത്രം. എന്തായാലും നമുക്ക് ഗ്രാനി അങ്ങ് വിളിച്ചാലോ ഗൈസ്. എന്നിട്ട് നമുക്ക് ഗ്രാനിക്ക് ചായയും ഉഴുന്നുവടയും കൊടുക്കാം. വന്നല്ലോ കുടിക്കാൻ, കുടിച്ച ചായ. അതൊക്കെ അത്രയേ ഉള്ളൂ. ബുള്ളറ്റ് ഇവിടെ കാര്യമായിട്ടുണ്ട്, കാര്യമായിട്ടില്ലെങ്കിലും ഒരെണ്ണം കൂടി ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് കണ്ണ് ഇതിനകത്തുകൂടി താഴെ പോകില്ല. താഴെ പോകണില്ല ഗൈസ്. നമുക്ക് എവിടെ ഇടാം, ഇതിൻ്റെ താഴെ ഇടാം. കുനിയാൻ ഇവിടെയും പോകണില്ല. ഇനിയിപ്പോൾ എടുത്തോണ്ട് പോകാം ഗൈസ്. നമുക്ക് അവിടെ നിന്ന് കിട്ടണ സാധനം എടുത്ത് താഴെ ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ സൂക്ഷിച്ചേ പോകാൻ പറ്റത്തുള്ളൂ ഗൈസ്. അതായത് ഞാൻ നൈസായിട്ട് നടന്നു പോയി. ഇവിടെ നിന്ന് ഇതെന്തോ കേബിൾ. എന്തോ പുതിയൊരു ഐറ്റം ഗൈസ്. ഇതും കേബിൾ കിട്ടി. എന്തായാലും ഞാൻ താഴെ ഡ്രോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് ഗണ്ണും കൊണ്ട് താഴോട്ട് ചാടാം. എന്തോ കേബിളും കിട്ടിയിട്ടുണ്ട്. അതും പുതിയ ഒരു ഐറ്റം ഈ ഗെയിമിൽ. അപ്പോൾ നീയൊന്ന് പുതിയ എസ്കേപ്പിൻ്റെ സംഭവമായിരിക്കും. അത് നമുക്ക് താഴെ ഇട്ട് വെക്കാം ഗൈസ്. മറ്റേ നമ്മളൊരു ബട്ടൺ വെച്ചില്ലായിരുന്നു, അതിൻ്റെ കൂടെ വയ്ക്കുക. എന്തായാലും യൂസുള്ള സാധനം ആവാൻ കൂടുതലും ചാൻസ് ഉണ്ട്. പക്ഷേ ഗൈസ് നമുക്ക് ഇതുവരെ എന്നിട്ട് പിക്ചർ കിട്ടിയില്ല ഗൈസ്. അത് വെച്ച് എന്തോ കളിയുണ്ട്. ഇനി എന്തായാലും നമുക്ക് മറ്റേ കോഡ് അടിച്ചു കൊടുക്കണം. ഇനി അവിടെ നിന്ന് എന്തോ കിട്ടണമെന്ന് അറിയാം ഗൈസ്. അവിടെ എന്തോ പുതിയൊരു സാധനം, അതാണ് എലിവേറ്റർ. എനിക്ക് അറിയത്തില്ല ഗൈസ്. അല്ല, മേലെ ആവാനാണ് ചാൻസ്. എന്തായാലും ഇവിടെ അടിച്ചു കൊടുക്കണ്ടായിരുന്നു ഗൈസ്. ക്ലിക്ക് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ ഒരു ലിവറാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ടോട്ടൽ 3 ലിവർ വലിച്ചു ഗൈസ്. ഇനി അപ്പോൾ ഇതിൽ എത്ര ലിവർ ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാ സ്ഥലവും നമ്മൾ ശ്രദ്ധിക്കണം ഗൈസ്. ഇവിടെയൊക്കെ ഈ ലിവർ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ച് പോവാം ഗൈസ്. ഇനി നമുക്ക് മറ്റേ ഇത് ഓപ്പൺ ചെയ്യാൻ നമ്മളെ പ്ലേ ഹൗസ് കീ ഇവിടെ താഴെ ഉണ്ട്. എന്തായാലും നമുക്ക് ഈ ഗണ്ണ് ഇവിടെ തന്നെ വയ്ക്കണം ഗൈസ്. നമ്മളെ പരിസരത്ത് തന്നെ വയ്ക്കണം, ഇല്ലെങ്കിൽ കളി സെറ്റാകത്തില്ല ഗൈസ്. ഗ്രാനി വന്നാൽ നമ്മളെ എടുത്ത് പൂശും. അതിന് മുമ്പ് നമുക്ക് പൂശാൻ വേണ്ടി ഗണ്ണ് എപ്പോഴും വേണം. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, ഗണ്ണിന് ഉണ്ടയും വേണമെന്നേ ഉള്ളൂ ഗൈസ്. ഇപ്പം നമ്മളെ കയ്യിലുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് എന്തോ കിട്ടണേന്ന് അറിയണം. യൂസുള്ള എന്ത് വേണമെങ്കിലും തന്നാൽ മതി. യൂസ് ഇല്ലാത്ത ദൈവം ചെയ്ത് തരല്ലേ. യൂസ് ഉള്ളത് മാത്രം. വേസ്റ്റ് മാസ്റ്റർ കീ ഡോറസ്കേപ്പിനുള്ളത്. ഞാൻ അതിനല്ല വന്നത്. നമുക്ക് വേസ്റ്റ് സാധനമാണ് ഗൈസ് കിട്ടിയത്. നമ്മളുടെ ഇവിടെ ഇപ്പം ചെക്ക് ചെയ്ത് നോക്കണ്ട ഗൈസ്. നമുക്കുണ്ടല്ലോ ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു 5 തവണ പെപ്പർ സ്പ്രേ ഉപയോഗിക്കണമെന്ന്. നമുക്ക് ആ പെപ്പർ സ്പ്രേ വെച്ചൊന്ന് ഗ്രാനി ഒന്നുണ്ടല്ലോ കണ്ണിൽ അടിച്ചു കൊടുക്കാം ഗൈസ്. അപ്പോൾ ചിലപ്പോൾ ഡോറ് ഓപ്പൺ ചെയ്ത ചാൻസ്. പിന്നെ അതിലെന്തോ ഒരു ഗ്യാരേജ് ഡോർ അൺലോക്ക് ചെയ്യാനും ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും ഷൂട്ട് ചെയ്യത്തില്ല ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ. അതിന് പകരം ആ ഡോർ അൺലോക്ക് വെച്ച് ചെയ്താൽ മതിയോ എന്ന് എനിക്കൊരു നല്ല സംശയമുണ്ട് ഗൈസ്. എന്തായാലും ഗ്രാനി ഇപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരാൻ നല്ല ചാൻസാണ്. നമുക്ക് പെപ്പർ സ്പ്രേ അടിച്ചു കൊടുക്കാം ഗൈസ്. ഇവിടെ ഫോട്ടോ മറിച്ചിട്ടിട്ടുണ്ട്. ഗ്രാനി ഇരിക്കാനുള്ള സമയം ഏകദേശം ആയി ഗൈസ്. ഏകദേശം ആയി. ചാൻസ് കൂടുതലാണ്. ഫോട്ടോ സ്വന്തമായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഗ്രാനി വന്നേ ഗ്രാനി. ഒരു കാര്യം പറയണ്ടെന്നാ. റിയാക്ഷൻ സൂപ്പറായിരുന്നേ ഗൈസ്. കൈയൊക്കെ എടുത്ത് മുഖത്ത് വെച്ച്. ഇറ്റ്സ് എംറ്റി. 5 തവണ നമ്മൾ അടിച്ച് ഗൈസ്. ടോട്ടൽ പിടിച്ചോ അമ്മച്ചി. അതത്രേ ഉള്ളൂ. അതൊക്കെ ഗ്രാനിയുടെ കണ്ണിൽ അത് അടിച്ചും കൊടുത്ത് നമ്മൾ ഷൂട്ടും ചെയ്ത് ഗൈസ്. നമ്മളെ ബുള്ളറ്റ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. 3 ഉണ്ട്. അമ്മച്ചയ്ക്ക് കാര്യമായിട്ട് കൊടുക്കാനുള്ള സാധനം നമ്മളെ കയ്യിലുണ്ട് ഗൈസ്. ഉണ്ടാ. ഓക്കെ, അപ്പോൾ അതൊക്കെ സെറ്റാണ്.
അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഏതോ ഗാരേജ് ഡോർ അൺലോക്ക് ചെയ്യാണ്ടെന്ന് പറഞ്ഞില്ലേ, നമുക്ക് ഇവിടെ ഒരു അൺലോക്ക് എന്നുള്ളൊരു സാധനം നമുക്ക് കിട്ടിയായിരുന്നല്ലോ. അത് വെച്ച് നമുക്ക് മറ്റേ ഡോറ് തുറക്കാം. സാധാരണ എപ്പോഴും നമ്മൾ വെപ്പം വെച്ചല്ലേ ആ ഡോറ് തുറക്കണം. ഇന്ന് നമുക്ക് ഇത് വെച്ച് തുറക്കാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. അതിനകത്ത് ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. ഞാൻ ഒന്ന് വിശദമായിട്ട് നോക്കാം ഗൈസ്. ഇതുകൊണ്ട് പറ്റുമോ നോക്കാം. പറ്റി. അതാണ്ട് പിക്ചർ. പക്ഷെ നമ്മൾ അതിലേ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. ഇപ്പോൾ നമുക്ക് പിക്ചർ കിട്ടി. അപ്പോൾ ഇനി ഇതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് നോക്കാം ഗൈസ്, അവിടെ എന്തോ സംഭവിക്കണേന്ന്. വലിയ സീനായിരിക്കും എന്തായാലും ഈ പിക്ചർ കൊണ്ട് വയ്ക്കാം. ഇവിടുത്തെ ഒരു ഡോർ തുറന്ന്. അതാണ്ട് 3 പച്ച കത്തി. അതുകൊണ്ട് അവിടെ കണ്ട ഒരു ലിവർ, നോ പവർ. അപ്പോൾ ഇവിടെ എന്തുവാ, അതിനിടെ കേബിള്. നമുക്ക് കേബിള് കിട്ടി നേരത്തെ. അതാണ്ട് എലവേറ്റർ. ഇതാ എലവേറ്റർ പച്ചല്. വെപ്പങ്കി ഇതാ കിടക്കണ്. ഇതാ ലിഫ്റ്റ് ഹാസ് എൻ അബ്സൊല്യൂട്ട്ലി എൻജിൻ. അതിനിടെ ബട്ടൺ. എല്ലാ സാധനവും നമുക്ക് സെറ്റായി ഗൈസ്. ആ ലിഫ്റ്റിൻ്റെ മേലെ 2 പച്ച ലൈറ്റും കത്തി. അപ്പം നമുക്ക് ഇത് കിട്ടി. ഈ കേബിളും നമുക്ക് കിട്ടിയായിരുന്നു, നമ്മുടെ ബട്ടനും കിട്ടിയായിരുന്നു. ഇനി നമുക്ക് കേബിൾ കൊണ്ട് അവിടെ കൊണ്ട് വയ്ക്കാം ഗൈസ്. എന്തായാലും നമ്മൾ കേബിൾ ഇവിടെ കൊണ്ട് വെച്ചു. ഇനി ഇത് വലിക്കുമ്പോൾ ഈ ലിവർ വലിക്കുമ്പോഴായിരുന്നു ഫുള്ള് പച്ച എത്തേണ്ടത്. നമ്മൾ നേരത്തെ 3 എണ്ണം വലിച്ച് അവിടെ 3 പച്ച ലൈറ്റ് കത്തി. ഓക്കെ, മറ്റേ ഡോർ ഇപ്പോഴും തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്. ആ കൈപ്പത്തിയുള്ള ഇമ്പോസിബിൾ ഡോർ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതെന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് മറ്റേ ബട്ടൺ പോയി എടുക്കണം. എന്നിട്ട് ബട്ടൺ നമുക്ക് വച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാനിക്ക് ഒരു പൂശും കൂടി പൂശണം. എന്നിട്ട് നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു മുമ്പ്, നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ എൻ്റെ സ്ലെൻഡറിനെ ടെടി കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് ടെടിയും കൂടിയാണ് നമ്മളിന്ന് പൊക്കിക്കൊണ്ട് പോകാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ബട്ടൺ ഇനി അവിടെ കൊണ്ട് വയ്ക്കാം. ഗ്രാനി എന്തായാലും ഇതിൻ്റെ മേലെ കയറാൻ ചാൻസ് കുറവാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ക്ലിക്ക് ചെയ്തില്ല. ക്ലിക്ക് ചെയ്ത് ചിലപ്പോൾ അത് താഴെ പോകും ഗൈസ്. എന്തായാലും ഞാൻ നൈസായിട്ട് അവിടെ വച്ചതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഗ്രാനി ഒന്ന് ഉറക്കാം. ഓക്കെ, എന്തായാലും ഈ സൗണ്ട് കേട്ട് ഇപ്പോൾ എന്തായാലും വരാതിരിക്കത്തില്ല. കാരണം മണിയുടെ സൗണ്ട് കേട്ട് ഡോർ തുറങ്ങുന്നത് ഒറ്റ വെടി വയ്ക്കാം. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, ചെറിയൊരു ഗ്ലിച്ചുണ്ട്. നമുക്ക് ശാലം ഒന്ന് ബാക്കിലോട്ട് ഇറങ്ങി നിൽക്കാം വരുമ്പം. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗ്രാനി ഇങ്ങോട്ട് വന്നേ. ഇവിടെ ചിക്കൻ ബിരിയാണിയൊക്കെ വിളമ്പി വയ്ക്കുമ്പോൾ ഇങ്ങോട്ട് വരാതിരുന്ന സൗണ്ട് കേൾക്കുമോ ഗൈസ്? വരുവാന്ന് തോന്നുന്നു. അത് തോന്നിയതാ ഗൈസ്. എന്തായാലും ഇവിടെ എന്തായാലും ഒരു വന്ന് തോന്നിയതല്ലായിരുന്നു. നമുക്ക് പിടിച്ചോ അമ്മച്ചി. ഓക്കെ, അതെല്ലാം സെറ്റാണ്. ഇനി നമുക്ക് പോയി ടെടി എടുക്കാം ഗൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ടെടി എടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഗ്രാനി ഗെയിമിൽ ടെടിയും കൊണ്ടാണ് എസ്കേപ്പ് ആവാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് പോയി ടെടി എടുക്കാം. ഓക്കെ, സെറ്റ്. നമ്മൾ ടെടി അങ്ങനെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് ഗൈസ്. ഈ അപ്ഡേറ്റ് പൊളി അപ്ഡേറ്റ് ആയിരുന്നു. എന്തായാലും ഞാൻ ആദ്യമായിട്ട് അങ്ങനെ എലിവേറ്റർ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു ഗൈസ്. എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ വീഡിയോ കണ്ടുവന്നിരിക്കുന്നവരെല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. നമ്മളങ്ങനെ ഫൈനലി എലിവേറ്റർ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്, അതും ഈ ടെടിയും കൊണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാനി എഴിച്ചിരുന്നെങ്കിൽ ഒന്നും കൂടി കൊടുക്കാമായിരുന്നു. എന്തായാലും ഗ്രാനി എഴിക്കാൻ ടൈമായി കാണത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് പോവാം ടെടിയും കൊണ്ട്. എന്തായാലും പൊളി തന്നെയാണ്. എന്തായാലും എനിക്ക് ഇന്നത്തെ ഇത് ഇഷ്ടപ്പെട്ട്. ഓക്കെ, സെറ്റ്. അങ്ങനെ നമ്മൾ ടെടിയും കൊണ്ട് എലിവേറ്ററിൽ കയറാൻ പോകുന്നു. നമ്മൾ വെപ്പങ്കിയൊക്കെ ലിഫ്റ്റിൽ കിടക്കുക, കീയും കൊണ്ടുകൂടിയാണ് നമ്മൾ പോണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെയിം ഫിനിഷ് ആയോ? ഞാൻ വേറൊരു സ്ഥലത്ത് വന്നു ഗൈസ്. നമ്മളപ്പോൾ ഫിനിഷ് ആയില്ലേ? ഒരു ഡോറ് കൊടുക്കും. ഡോറ് യെസ്, നമ്മൾ എസ്കേപ്പ് ആയി എന്നാണ് തോന്നുന്നത് ഗൈസ്. എസ്കേപ്പ് ടി വി ആണോ? നമ്മൾ എസ്കേപ്പ് ആയില്ലേ? അതുകൊണ്ട് നമ്മളെ ഹാമറും മറ്റേ ടി വി റിമോട്ടറൊക്കെ കിടക്കൂ. ചാപ്റ്റർ 0 ഗ്രാനി യുവർ വിക്ടർ. ഇത് ഗ്രാനി കാണുന്നതാ. നമ്മൾ എസ്കേപ്പ് ആയതിനെക്കുറിച്ച് അതായത് നമ്മൾ ടെടിയും കൊണ്ട് പോയതൊക്കെ എഴുതിയിട്ടുണ്ട്. ദ എൻഡ്. അങ്ങനെ ഫൈനലി സുഹൃത്തുക്കളെ നമ്മൾ ഗ്രാനി ചാപ്റ്റർ 1 എലിവേറ്റർ എസ്കേപ്പാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉള്ളതെല്ലാം അങ്ങ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരെ ബൈ.